ഇവിടെ നമ്മളൊരു മസ്അല അനുബന്ധമായി മനസ്സിലാക്കേണ്ടത്, യതീം പ്രായപൂർത്തിയായാൽ പിന്നെ യതീം എന്ന പരിഗണനയിലല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വ്യക്തമാണ്. ലാ യുത്മ ബഅദൽ ഇഹ്തിലാം, പ്രായപൂർത്തിക്കപ്പുറം പിന്നെ അനാഥത്വം യൂത്തും അതില്ല എന്നത്. പക്ഷേ ചില ചരിത്രങ്ങളും സംഭവങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലപരിധി പറയും. അതിൻ്റെ ഒരു ചരിത്രം, നജ്ദത്ത് ബിനു ആമിർ അൽ ഹരൂരി ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ ഒരു ചോദ്യമാണ്, മതാ യൻഖദി യുത്മുൽ യതീം, യതീമിൻ്റെ യുത്തും അനാഥത്വം അതെന്നാണ് അവസാനിക്കുക, തീരുക? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ നജ്ദക്ക് മറുപടി എഴുതുന്നുണ്ട്. കതബ്ത തസ്അലുനി അനിൽ യതീം മതാ യൻഖതിഉ അൻഹു ഇസ്മുൽ യൂത്ത്. താങ്കൾ എനിക്ക് എഴുതി ചോദിച്ചു യതീമിൻ്റെ അനാഥത്വം എപ്പോഴാണ് അവസാനിക്കുക എന്ന്. വ ഇന്നഹു ലാ യൻഖതിഉ അൻഹു ഇസ്മുൽ യൂത്തും, യതീമിൽ നിന്ന് അനാഥത്വം എന്ന നാമം അത് അവസാനിക്കില്ല. ഹത്ത യബ്ലുഗ നിക്കാഹ്, അവന് നിക്കാഹ് എത്തുന്നത് വരെ, അതായത് വിവാഹം കഴിക്കാനുള്ള ആ പ്രായം, പക്വത അതെത്തുന്നത് വരെ. വയുനസ മിൻഹു റുഷ്ദുൻ, തൻ്റെ ഇടവും വിവേകവും വിവാഹപ്രായമെത്തി മനസ്സിലാക്കപ്പെടുന്നത് വരെ യതീമാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വഇദ ബലഗ നിക്കാഹ് വഊനിസ മിൻഹു റുഷ്ദുൻ ദുഫിഅ ഇലൈഹി മാലുഹു വൻഖദ യുത്മുഹു, വിവാഹപ്രായമെത്തി വിവേകം അവനിൽ ദർശിച്ചാൽ അവൻ്റെ സ്വത്ത് അവന് തിരിച്ചേൽപ്പിക്കപ്പെടുകയും അതോടുകൂടി അനാഥത്വം അവസാനിക്കുകയും ചെയ്യും എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടിയായി എഴുതിയത്. ഇവിടെ ഏതുവരെയാണ് യതീം? ഹദീസിൽ പറഞ്ഞത് പ്രായപൂർത്തി വരെ. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് വിവാഹപ്രായമെത്തി വിവേകം ഉദിക്കുകയും അത് അനുഭവവേദ്യമാവുകയും ചെയ്യുന്നത് വരെ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ പ്രായപരിധി പറയുന്നത് അനാഥകളുടെ സ്വത്തേറ്റ ഉത്തരവാദികൾ, രക്ഷാകർത്താക്കൾ, അനാഥകർക്ക് എപ്പോൾ ആ സ്വത്ത് അവർക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ തിരിച്ചേൽപ്പിക്കപ്പെടും, അതിനുള്ള പ്രായപരിധിയാണ്. ആത്യന്തികമായി യതീം ഏതുവരെയാണ്? പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ പ്രായപൂർത്തി എത്തി എന്നതിനാൽ സ്വത്ത് കൈകാര്യം ചെയ്യാൻ മാത്രം പക്വതയും പാകതയും യതീമുകൾ കൈക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ രക്ഷാധികാരി, ഉത്തരവാദിത്തപ്പെട്ടവൻ എപ്പോഴാണ് സമയം കാണേണ്ടത്? അത് വിവാഹപ്രായമെത്തി വിവേകം ഉദിച്ചതായി ദർശിച്ചാൽ എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഈ സംഭവം ഇമാം മുസ്ലിം, അതുപോലെ ഇമാം നസായി അവിടുത്തെ സുനനിൽ, ഇമാം അഹ്മദ് മുസ്നദിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് അനാഥത്വം അവസാനിക്കുക എന്ന വിഷയത്തിൽ ഈ നിവേദന പ്രകാരം ചിലർ വിവേകം ഉറക്കുന്നത് വരെ, വിവാഹപ്രായം എത്തുന്നത് വരെ എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള വിധി വന്നിരിക്കെ പ്രായപൂർത്തി വരെ, അതാണ് അനാഥത്വത്തിൻ്റെ സമയം. എന്നാൽ സ്വത്ത് തിരിച്ചേൽപ്പിച്ച് അതിൽ സ്വയം കൈകാര്യകർത്തൃത്വം, അതിൻ്റെ സമയം എപ്പോഴാണ്? അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ നിവേദന പ്രകാരം ഉള്ളത്. ഇതിവിടെ ഞാൻ സന്ദർഭോചിതമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം.